അടിമാലി മണ്ണിടിച്ചിലിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല എന്ന വിശദീകരണം. ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴായിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്, നമ്മുടെ പ്രതിനിധി. സുബിൻ, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഒരു വിശദീകരണം വരുന്നുണ്ട്. ആ വിശദീകരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? അടിമാലിക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിൻ്റെ മൃതദേഹം നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. വീട്ടിൽ നിലവിൽ ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. വൈകുന്നേരം 3 മണിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് നിലവിലിപ്പോൾ ബന്ധുക്കൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. ബിജുവിൻ്റെ മകൾ പുറത്ത് പഠിക്കുകയാണ്. മകൾ കൂടി എത്തേണ്ടതായുണ്ട്. അവരോട് എത്തിയാൽ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് ബന്ധുക്കൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമായും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപാകതകൾ, അതായത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ അപകടമുണ്ടാക്കിയതെന്നുള്ള ആരോപണമാണ് രാവിലെ മുതൽ ഉയർന്നിരുന്നത്. എന്നാൽ ഇതെല്ലാം തള്ളിയുള്ളൊരു വിശദീകരണമാണ് നിലവിലിപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിരുന്നില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടിരുന്നു. അതായത് മണ്ണിടിച്ചിൽ ഭൂമി വിണ്ടു നിൽക്കുന്ന പ്രദേശങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം പാലിക്കാതെയാണ് ബിജുവും ഭാര്യയും തിരികെ വീട്ടിലേക്ക് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി എത്തിയത് എന്നുള്ളൊരു വിശദീകരണമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിക്ക് ഈ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. നിലവിൽ നിശ്ചയിച്ചിരുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. കൂടുതലായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് എന്തായാലും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്നാൽ ഈ വിശദീകരണം അപ്പാടെ തള്ളുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. രാവിലെ മുതൽ അവർ പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മണ്ണിടിഞ്ഞ പ്രദേശം കേന്ദ്രീകരിച്ച് കൃത്യമായി JCB ഉപയോഗിച്ച് വലിയ രീതിയിൽ മണ്ണെടുക്കുകയും അത് ചെങ്കുത്തായി തൂക്കായി ആ മണ്ണെടുത്ത് മാറ്റുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അത്തരത്തിൽ മണ്ണെടുക്കരുത് എന്നിവർ പറഞ്ഞപ്പോഴും അതൊന്നും ഗവനിക്കാതെ മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത് എന്നുള്ളൊരു വിശദീകരണമാണ് അപകടമുണ്ടാക്കിയതെന്നാണ് എന്തായാലും നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ ഒരു മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ 22 കുടുംബങ്ങളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. ബിജുവും ഭാര്യയും മാത്രമാണ് ഈ അപകടത്തിൽ പെട്ടത്. തൊട്ട് ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് കുടുംബ വീടുള്ളത്. ആ വീട്ടിലാണ് ഈ മാറി താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിജുവും ഭാര്യ സന്ധ്യയും പോയിരുന്നത്. വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല എന്നാണ് വിശദീകരണം. ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ എത്തിയപ്പോഴായിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടെ നടക്കുമെന്നാണ് കരുതുന്നത്. സുബിൻ തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.